നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളരിക്കുണ്ടിൽ ബീവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യശാലയ്ക്ക് തീപിടിച്ചു. 1/2 കോടി രൂപയുടെ മദ്യം കത്തിനശിച്ചു. ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് വിശ്വാസികൾ ശിവരാത്രി ആഘോഷിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് ജില്ലയിലെ ശിവക്ഷേത്രങ്ങളിൽ വിശേഷാൽ പരിപാടികളും പ്രത്യേക പൂജകളും നടന്നു. പള്ളഞ്ചിയിൽ വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. കർഷക അവകാശ പ്രഖ്യാപന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപന വിളംബര ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 5-ന് കല്യോട്ട് CPM-ന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ വനിതാ മഹാസംഗമം നടക്കും. കേരളം കല്യോട്ടേക്ക് എന്ന മുദ്രാവാക്യവുമായാണ് മഹാസംഗമം നടത്തുന്നത്. ലോറി ഓണേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിൽ ഓൾ കേരള ട്രക്ക് ഓണേഴ്സ് അസോസിയേഷൻ പങ്കെടുക്കില്ല. അനുകൂല തീരുമാനം സ്വീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പണിമുടക്കായതിനാലാണ് ബഹിഷ്കരിക്കുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ. പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി ഉറൂസ് സമാപിച്ചു. ഉറൂസിൽ പങ്കെടുക്കുവാനായി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ബീവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യശാലയ്ക്ക് തീപിടിച്ചു. പുലർച്ചെയാണ് വെള്ളരിക്കുണ്ട് ടൗണിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റിൽ തീപിടുത്തമുണ്ടായത്. 1/2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. വെള്ളരിക്കുണ്ട് ടൗണിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബീവറേജ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പന കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 12 മണിയോടെയായിരുന്നു സംഭവം. കെട്ടിടത്തിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ ജീവനക്കാരൻ അറിയിച്ചതിനെ തുടർന്ന് വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് പെരിങ്ങോം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ചേർന്ന് പുലർച്ചെ 4:30 വരെ പരിശ്രമിച്ചതിന് ശേഷമാണ് തീയണക്കുവാൻ സാധിച്ചത്. തീപിടുത്തത്തിൽ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 1350 കേസ് വിദേശ മദ്യവും വൈനും ബിയറും പൂർണ്ണമായും കത്തിനശിച്ചു. ഓഫീസ് സാമഗ്രികളും തീപിടുത്തത്തിൽ നശിച്ചു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് മദ്യശാല പ്രവർത്തിച്ചിരുന്നത്. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ വെള്ളരിക്കുണ്ട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് വിശ്വാസികൾ ശിവരാത്രി ആഘോഷിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് ജില്ലയിലെ ശിവക്ഷേത്രങ്ങളിൽ വിശേഷാൽ പരിപാടികളും പ്രത്യേക പൂജകളും നടന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് തിങ്കളാഴ്ച പുലർച്ചെ ആരംഭിച്ച ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീണ്ടുനിന്നു. കൂവളത്തിന്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളയ്ക്കുന്നതുമാണ് പ്രധാന ചടങ്ങുകൾ. പൂർവികരെ സ്മരിച്ചും വ്രതമനുഷ്ഠിച്ചും ജനസഹസ്രങ്ങളാണ് ശിവരാത്രി നോറ്റത്. രാവിലെ ശിവക്ഷേത്രങ്ങളിൽ തൊഴുവാനെത്തിയ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശിവക്ഷേത്രങ്ങളിലെല്ലാം വിവിധ പൂജകളും ആധ്യാത്മിക പരിപാടികളും നടന്നു. വ്രതം നോറ്റ വിശ്വാസികൾ രാത്രി വൈകും വരെ ശിവസ്തോത്രങ്ങൾ ഉരുവിട്ട് ശിവരാത്രിയുടെ പുണ്യം നുകർന്നു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രമായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പരിപാടികളും പ്രത്യേക പൂജകളും നടന്നു. ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി പൂജകളിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തരാണ് എത്തിയത്. ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളായ കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രം, ഹൊസ്തുർഗ് കർപ്പൂരേശ്വര ക്ഷേത്രം, ബേടകം വേലക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രം, കൂഡ്ലൂർ ശിവക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ന്യൂസ് ഡെസ്ക് KCN. പള്ളഞ്ചി വെള്ളരിക്കയം പാലത്തിന് സമീപത്തെ കോൺക്രീറ്റ് പൈപ്പിനുള്ളിൽ വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശി തങ്കച്ചൻ എന്ന ജോർജ്, ഭാര്യ പൊന്നമ്മ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ ഇതുവഴി നടന്നുപോയവരാണ് മൃതദേഹങ്ങൾ കണ്ടത്.
തുടർന്ന് ആദൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. മരിച്ചവരെ ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും കോട്ടയം സ്വദേശികളാണെന്നും ഒരാഴ്ചയോളമായി ഒറ്റമാവുങ്കാൽ പുതിയ പറമ്പിലെ മകളുടെ വീട്ടിൽ താമസിച്ചു വരുന്നതായും അറിഞ്ഞത്. മൃതദേഹങ്ങൾക്ക് സമീപം ഒരു വിഷക്കുപ്പിയും വെള്ളമുള്ള കുപ്പിയും കണ്ടെത്തിയിരുന്നു. മരണത്തിന്റെ കാരണം വ്യക്തമല്ല. മരണം സംബന്ധിച്ച് ആദൂർ പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കർഷക അവകാശ പ്രഖ്യാപന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തലശ്ശേരി അതിരൂപത കാത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപനം വിളംബര ജാഥ ആരംഭിച്ചു. കാസർകോട്ട് ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. ജാഥ കേളകത്ത് 6-ന് സമാപിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും കൊള്ളാം, കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കൊള്ളാം, അവിടെ കേട്ടിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ പ്രസ്ഥാനങ്ങളാണെങ്കിലും കൊള്ളാം, ഈ അവസ്ഥയിൽ കർഷകരനുഭവിക്കുന്ന ദുഃഖങ്ങൾ, കർഷകരനുഭവിക്കുന്ന പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ഇറങ്ങി വേണ്ടത് ചെയ്തില്ലെങ്കിൽ ഈ 72% ആളുകൾ ശക്തമായിട്ട് മുൻപോട്ട് വരും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. റബ്ബറിന് 250 രൂപയും കശുവണ്ടിക്ക് 150 രൂപയും മിനിമം വില ഉറപ്പാക്കുക, വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക അവകാശ പ്രഖ്യാപന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 4 മുതൽ 6 വരെ സമരപ്രഖ്യാപന വിളംബര ജാഥ നടത്തുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ ജോർജ് എഴുകുന്നേൽ അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ മാണി മേൽവട്ടം, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, അഡ്വക്കേറ്റ് ബിനോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്യ കൊങ്ങാല നയിക്കുന്ന ജാഥ 6-ന് കേളകത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 5-ന് കല്യോട്ട് CPM-ന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ വനിതാ മഹാസംഗമം നടക്കും. കേരളം കല്യോട്ടേക്കെന്ന മുദ്രാവാക്യവുമായാണ് മഹാസംഗമം നടത്തുന്നതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടെ കൊലവിളി നടത്തിയ ഒരു ജനപ്രതിനിധിക്കെതിരെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് വളരെ ഗൂഢാലോചനയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നതെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റി CBI അന്വേഷണത്തിന് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, കല്യോട്ട് ഈ കുട്ടികൾ ജനിച്ച് വളർന്ന ഗ്രാമത്തിൽ കൃവേഷിൻ്റെയും ശരത് ലാലിൻ്റെയും മാതാപിതാക്കളും സഹോദരിമാരും മാത്രമല്ല അവരെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആ നാട്ടിലെ അവരുടെ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ അമ്മ പെങ്ങന്മാരുടെയും പെൺമക്കളുടെയും മഹാസംഗമം നമ്മുടെ നാട്ടിലെ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരെ സംഘടിപ്പിക്കുവാനായി 5-ാം തീയതി കേരളത്തിലെ മഹിളാ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സമൂഹം കല്യോട്ടേക്ക് എത്തുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, നേതാക്കളായ ജോളി K ജോർജ്, ശ്രീകല P, തെരേസ ഫ്രാൻസിസ് തുടങ്ങിയവരും പങ്കെടുത്തു. ലോറി ഓണേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് ഓൾ കേരള ട്രക്ക് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. അനുകൂല തീരുമാനം സ്വീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പണിമുടക്കായതിനാലാണ് ബഹിഷ്കരിക്കുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6-ാം തീയതി ഒരു കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് 24 മണിക്കൂർ. അതിൽ നമ്മൾ പങ്കെടുക്കുന്നതല്ല. എന്തെന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ആവശ്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വണ്ടികൾ കേരളത്തിൽ ഡബിൾ ലോഡ് എടുക്കാമെന്നുള്ള മുമ്പ് അതുണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്ന് ലോഡ് എടുത്തിട്ട് കേരളത്തിൽ അൺലോഡ് ചെയ്യാൻ പറ്റായിരുന്നില്ല. ഇപ്പോൾ 11-ാം മാസം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അമെൻമെൻറ്റ് മൂലം എവിടെയും ലോഡ് എടുത്തിട്ട് എവിടെയും തട്ടാം. അതിനെതിരെ നമ്മൾ സർക്കാരിൽ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്കാർ അതിന് അനുകൂലമായ നടപടിക്രമം എടുക്കാമെന്ന് പറയായിരുന്നു. ഈ ഇൻട്രാ ഓടുന്ന ആൾക്കാർ ഇവർ തന്നെയാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അന്യ സംസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ ഓണേഴ്സാണ് ഈ ഇൻട്രാ സർവീസ് നടത്തുന്നത്. അതല്ലാതെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന വണ്ടികളോ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടികളോ അല്ല എടുക്കുന്നുള്ളത്.
കേരളത്തിലെ ഓണർമാർ തന്നെയാണ് ഇതെടുക്കുന്നത്. അവരാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ അവരിതെടുക്കാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇൻട്രാ സർവീസ് ഇവിടെ നടക്കുന്നതേ അല്ല. പുറത്തുനിന്നുള്ള ഒരു വണ്ടിക്കാർ ഇതെടുക്കുന്നതല്ല. അസ്കർ എം, മുഹമ്മദ് സാബിർ CM, അബ്ദുൽ ഖാദർ CH എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി ഉറൂസ് സമാപിച്ചു. ഉറൂസിൽ പങ്കെടുക്കുവാനായി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. ഫെബ്രുവരി 23 മുതൽ 8 ദിവസങ്ങളിലായി നടന്ന ഉറൂസ് പരിപാടികൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം. അസയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് ആയിരങ്ങൾക്ക് അന്നദാനം വിതരണം ചെയ്തു. ഉറൂസ് നേർച്ചയിൽ പങ്കെടുക്കുവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. കന്നഡ പോരാട്ട സമിതി കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്ക് ജനപ്രതിനിധികളുടെ യോഗം കുമ്പള മാധവ പൈ ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. യോഗത്തിൽ കന്നഡ പോരാട്ട സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബല്ലുക്കൂറായ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മഹാലിംഗേശ്വര ഭട്ട്, ഭാസ്കര കാസർഗോഡ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ഹർഷാദ് വോർക്കാടി, കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് പുണ്ടരികാക്ഷ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മമതാ ദിവാകർ, ഗീത ലോകനാഥ് ഷെട്ടി, എൺമകച്ചി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ പെർള, മീഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ എന്നിവർ സംസാരിച്ചു. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ദ്വിഭാഷയുടെ ഭാഗമായി കന്നഡ ഹർജികൾക്കുള്ള ഉത്തരവും കന്നഡയിൽ തന്നെ വരുത്തണമെന്നും സംസ്ഥാനത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ಏರ್ಪಡುತ್ತണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ಆവശ്ಯപ്പെട്ടു. ನಮ್ಮ ಸಮಸ್ಯೆಗಳಿಗೆ ಜನಪ್ರತಿನಿಧಿಗಳು ಪಕ್ಷಾತೀತವಾಗಿ ನಮ್ಮ ಜೊತೆ ನಿಂತು ನಮ್ಮ ಸಮಸ್ಯೆಗಳಿಗೆ ಹೋರಾಡುವಲ್ಲಿ ಅವರು ಕೂಡ ತಮ್ಮ ಜೊತೆ ಕೊಡಬೇಕೆಂಬಂಥ ದೃಷ್ಟಿಯಿಂದ ನಾವು ಇಲ್ಲಿ ಸಭೆಯನ್ನು ಕರೆದಿದ್ದೇವೆ. ಇಲ್ಲಿ ಯಾವುದೇ ವಿಚಾರಗಳಿಗಿಂತಲೂ ಭಾಷೆಯ ಈ ಸಮಸ್ಯೆ ಮುಖ್ಯವಾಗಿ ಅವರಿಗೆ ಕಾಣಬೇಕು. ಪಕ್ಷನಿಷ್ಠೆಯನ್ನು ಬದಿಗಿಟ್ಟು ಈ ಸಮಸ್ಯೆಗೆ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ನಿಲ್ಲಬೇಕೆಂಬಂತಹ ಒಂದು ಆಶಯವು ಕೂಡ ನಮ್ಮ ಈ ಸಮಾವೇಶವನ್ನು ಕರೆದಂಥ ಆಶಯದಲ್ಲಿ ನಾವು ಒಳಪಡಿಸಿಕೊಂಡಿದ್ದೇವೆ. ಈ ಸಮಾವೇಶಕ್ಕೆ ಒಳ್ಳೆಯ ಸ್ಪಂದನ ದೊರಕಿದೆ. ಈ ಸಮಾವೇಶದಲ್ಲಿ ಪಾಲ್ಗೊಂಡಂಥ ಎಲ್ಲ ಪ್ರತಿನಿಧಿಗಳು ನಮ್ಮ ಸಮಸ್ಯೆಗೆ ಪೂರಕವಾಗಿ ನಾವು ನಮ್ಮ ನಿಟ್ಟಿನಾದಂಥ ಸಹಾಯವನ್ನು ಮಾಡ್ತೇವೆ ಎಂಬಂಥ ಭರವಸೆಯನ್ನು ಇಟ್ಟಿದ್ದಾರೆ. ಈ ಭರವಸೆಯನ್ನು ಖಂಡಿತವಾಗಿ ಅವರು ಈಡೇರಿಸಿಕೊಡ್ತಾರೆ. ಅವರು ಈಡೇರಿಸಿಕೊಟ್ಟರು ಅಂತೇಳಿ ಆದರೆ ನಮ್ಮ ಸಮಸ್ಯೆಗಳನ್ನು ಪರಿಹಾರವನ್ನು ಕಂಡುಕೊಳ್ಳುವಲ್ಲಿ ಸುಲಭ ಆಗ್ತದೆ ಎಂಬಂತಹ ನಿರೀಕ್ಷೆ ನಮ್ಮಲ್ಲಿ ಇದೆ. ന്യൂസ് ഡെസ്ക് KCN. നാടിന് ഉത്സവ നിറവ് പകർന്ന മംഗൽപാടി ജനകീയ വേദിയുടെ വാർഷികാഘോഷം. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK അഷ്റഫ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലും അയൽ സംസ്ഥാനത്തും പ്രളയബാധിത സമയത്ത് ജനോപകാരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മംഗൽപാടി ജനകീയ വേദി ഏവരുടെയും ഹൃദയം കീഴടക്കിയിരുന്നു. മംഗൽപാടി പഞ്ചായത്തിലെ സർക്കാർ സ്ഥലങ്ങൾ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുക, താലൂക്ക് ഓഫീസിന് കെട്ടിടം പണിയുക, താലൂക്ക് സപ്ലൈ ഓഫീസ് നായ ബസാറിലെ കെട്ടിടത്തിലേക്ക് മാറ്റുക, മാവേലി സ്റ്റോറിന് ഉചിതമായ സ്ഥലം അനുവദിക്കുക, മംഗൽപാടി പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തുക, ഉപ്പള ഗ്രൂപ്പ് വില്ലേജ് വിഭജിച്ച് വെവ്വേറെ വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മംഗൽപാടി ജനകീയ വേദി മുന്നിട്ട് നിന്നിരുന്നു. ബന്ദിയോട്ടെ DM കബാന റിസോർട്ടിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ ഉടൻ തന്നെ കിടത്തി ചികിത്സ ആരംഭിക്കുവാൻ നടപടിയുണ്ടാവണമെന്ന് ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. മോദി ഭരണത്തിൽ രാജ്യത്ത് തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതായി DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം. DYFI കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അഹമ്മദ് അഫ്സൽ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദിയുടെ ഭരണത്തിൽ 6.3% നിരക്കിലാണ് തൊഴിലില്ലായ്മ വർദ്ധിച്ചത്. നോട്ട് നിരോധനത്തെ തുടർന്ന് 1.3 കോടി ആളുകൾക്ക് തൊഴിൽ നഷ്ടമായി. കേന്ദ്ര സർക്കാർ മേഖലയിൽ സ്ഥിരം ജോലി അപ്രത്യക്ഷമായെന്നും AA റഹീം അഭിപ്രായപ്പെട്ടു. മോദിയുടെ പ്രധാനപ്പെട്ട പത്രമൂല്യാണ് ഈ രാജ്യത്ത്
മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് സംവരണം. അതാണ് സംവരണം. മോദി സർക്കാർ ജോലിയില്ലാതെ എവിടെയാ മോദി സംവരണം? ഈ രാജ്യത്തെ ഓരോ പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യവൽക്കരിച്ചു. ഇന്ത്യൻ റെയിൽവേ കടുത്ത സ്വകാര്യവൽക്കരണത്തിന് വിധേയമാകുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വ മേഖല സ്വകാര്യവൽക്കരണത്തിന് വിധേയമാകുന്നു. ഒരു സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ ആ സ്ഥാപനത്തിലെ സ്ഥിരം ജോലികളും സംവരണവുമാണ് നഷ്ടപ്പെടുന്നത്. നുള്ളിപ്പാടിയിൽ നടത്തിയ യോഗത്തിൽ അനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു, ജില്ലാ കമ്മിറ്റി അംഗം M സുമതി, ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ, DYFI ജില്ലാ സെക്രട്ടറി CJ സജിത്, പ്രസിഡന്റ് PK നിശാന്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, സുഭാഷ് പാടി, P ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനത്തിലെ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബയാർ കരീം മുസ്ലിയാരെ DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം സന്ദർശിച്ചു. ജില്ലയിലെ DYFI നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. കാസർഗോഡ് അഫ്സൽ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കുവാനെത്തിയ AA റഹീം കരീം മുസ്ലിയാരുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയായിരുന്നു. അക്രമ വിവരങ്ങളും ചികിത്സാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞ AA റഹീം ഏറെ നേരം ഇവിടെ സമയം ചെലവഴിച്ചു. DYFI നേതാക്കളായ CJ സജിത്, PK നിശാന്ത്, ഹാരിസ് പൈവളിക എന്നിവരും AA റഹീമിനോടൊപ്പം ഉണ്ടായിരുന്നു. കരീം മുസ്ലിയാരിനും കുടുംബത്തിനും എല്ലാവിധ പിന്തുണയും അർപ്പിച്ചാണ് AA റഹീം മടങ്ങിയത്. സംഘടിതമായ വർഗീയ കലാപത്തിന് RSS ഗൂഢപദ്ധതി ഇടുന്നുണ്ട് എന്ന് ചില ശക്തികൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അക്കാര്യത്തിലൊക്കെ ഉള്ളൊരു വ്യക്തിമാണ്, ഒരു ഇരയാണ് അദ്ദേഹം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. സ്വന്തം നിലയ്ക്ക് ജീവിതത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധം അദ്ദേഹത്തിന് വരാൻ കഴിയുന്നില്ല ഇപ്പോഴും. അപ്പോൾ അദ്ദേഹത്തെ ഉടനെ തന്നെ പൂർണ്ണ ആരോഗ്യവാനാക്കി മാറ്റുക, അദ്ദേഹത്തെ സ്വന്തം നിലയ്ക്ക് മാറ്റുക എന്നുള്ളതിനാണ് മുഖ്യ പരിഗണന നമ്മളുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരം പ്രവണതകൾക്കെതിരെ നാടിൻ്റെ ആകെ പൊതു മനസാക്ഷി ഉണരുകയും വേണം. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിലെ പഞ്ചായത്ത് സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാന ട്രഷറർ താരാനാഥ് മധൂർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഒരു ഡിമാൻഡില്ല, ഡിമാൻഡ് ബാക്കിയുള്ള റിട്ടയർ ജീവനക്കാർക്കുള്ള അതേ ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത്. ഏതായാലും പാലക്കാടിൽ സംഘടന രൂപീകരിച്ച് 1986 വന്ന UD ക്ലാർക്കുമാരെ സീനിയോറിറ്റിക്ക് വേണ്ടി ഒരു കോടതി വരെ പോകുന്ന ഒരു വിചാരണ്ടായിരുന്നു. ശ്രീ AK സുൽത്താൻ നേതൃത്വത്തിൽ തുടങ്ങിയ ആ സംഘടനയെ മിനിയം നടന്ന യോഗത്തിൽ അവിടുത്തെ മദൻ മോഹൻ, പാലക്കാട് മദൻ മോഹൻ വന്ന് ഞങ്ങളും കൂടെ നിങ്ങളൊരു പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ടെന്ന് പറയാൻ കഴിഞ്ഞു. ഏതായാലും ഈ സംഘടന നല്ലൊരു സംഘടനയായിട്ട് മാറും. UDF കോൺഗ്രസ് അനുകൂലമുള്ള ഈ സംഘടന തീർച്ചയായിട്ടും ഒരു നല്ല സംഘടനയായിട്ട് മാറാനുള്ള ഭവിഷ്യം കാണുന്നുണ്ട്. ജില്ലയിലെ പഞ്ചായത്ത് സർവീസിൽ നിന്നും പാർട്ട് ടൈം തസ്തിക മുതൽ ഡെപ്യൂട്ടി ഡയറക്ടർ വരെയുള്ള തസ്തികകളിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയാണ് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത്. യോഗത്തിൽ C ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രദീപ് കുമാർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. വാസുദേവ ആചാർ മുഖ്യ പ്രഭാഷണം നടത്തി. ലക്ഷ്മണ, KC സുശീല, ജയരാജ്, ഐത്തപ്പ, രമണി K, അക്കു, ശങ്കരി, ഉദയകുമാർ, ബാലൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി വാസുദേവ ആചാര്യയെ പ്രസിഡന്റായും, C ദാമോദരനെ വൈസ് പ്രസിഡന്റായും, ലക്ഷ്മണയെ സെക്രട്ടറിയായും, രമണിയെ ജോയിന്റ് സെക്രട്ടറിയായും, ബാലനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം ജലാലിയ മദ്രസ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. KS അലി തങ്ങൾ കുമ്പോൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കുഞ്ചത്തൂർ ഹൈസ്കൂൾ റോഡും അതേപോലെ തന്നെ പദവ് റോഡിന്റെ മധ്യഭാഗത്തിലുള്ള ജലാലിയ പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന അൽ മദ്രസത്തുൽ ജലാലിയയുടെ പുതിയ കെട്ടിടത്തിനും പുതുതായി നിർമ്മിക്കുന്ന ജലാലിയ പള്ളി റെസിഡൻസിക്കുമുള്ള ശിലാസ്ഥാപനമാണ് പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നത്. പുതിയ ജലാലിയ മദ്രസ കെട്ടിട ശിലാസ്ഥാപന കർമ്മം KS അലി തങ്ങൾ കുമ്പോലും ജലാലിയ റെസിഡൻസി ശിലാസ്ഥാപനം അത്താവുള്ള തങ്ങൾ MA ഉദ്യാവരയും നിർവഹിച്ചു. പിന്നീട് നടന്ന പൊതുസമ്മേളനം KS അലി തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു. അറിയാതെ വഴിയിൽ കൂടി വളരെ പെട്ടെന്ന് ഈ രണ്ട് സംരംഭങ്ങളും വളരെ വേഗം പൂർത്തിയായി പ്രവർത്തനം ആരംഭിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിലേക്കുള്ള എല്ലാ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുകയും ചെയ്യുന്നതായിരിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ മദ്രസ കമ്മിറ്റി, നാട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. പള്ളി പ്രസിഡന്റ് AR അബ്ദുൽ റഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു.
ഉദ്യാവര ഖത്തീബ് അബ്ദുൽ കരീം ദാരിമി, പൊസോട്ട് പള്ളി ഖത്തീബ് ആബിദീൻ ജിഫ്രി തങ്ങൾ, സൂപ്പി ഹാജി, തൗസീഫ് അഹമ്മദ് ഹനീഫി, മുഹമ്മദ് ഫൈസി, സിദ്ദിഖ് ഫൈസി, കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ, ഹർഷാദ് വോർക്കാടി, മൊയ്തീൻ ഹാജി പ്രിയ, ഡോക്ടർ ഖാദർ, ഹാഷിർ അൽ ഹാമിദി, ബഷീർ ഐ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മദനിക്കെതിരെ നുണപ്രചരണം നടത്തിയ ആര്യാടൻ മുഹമ്മദ് മാപ്പ് പറയണമെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി SM ബഷീർ. തെറ്റായ പ്രസ്താവനയ്ക്കെതിരെ ആര്യാടന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും SM ബഷീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ കാല് നഷ്ടപ്പെട്ടത് RSS നടത്തിയ ബോംബാക്രമണത്തിലൂടെയാണെന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. ഇത് കേരളത്തിലെ ഏതൊരു പൗരനും അറിയാവുന്ന വസ്തുതയാണ്. എന്നാൽ സത്യധാര ദ്വൈവാരികയ്ക്ക് അഭിമുഖം നൽകിയ മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയും PDPയെയും PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയെയും സമൂഹമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. കാറിൽ ബോംബുമായി യാത്ര ചെയ്യുമ്പോൾ കുഴിയിൽ വീണ് ബോംബ് പൊട്ടി കാല് നഷ്ടപ്പെട്ടു എന്ന് ആര്യാടൻ അഭിമുഖത്തിൽ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് അത് തിരുത്തുകയും മാപ്പ് പറയുകയും വേണം. ഈ കാര്യം ചൂണ്ടിക്കാട്ടി ആര്യാടൻ മുഹമ്മദിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം താൻ നടത്തിയ തെറ്റായ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. തീരെ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പൊതുസമൂഹത്തിനിടയിൽ അത് തെറ്റായ സന്ദേശങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന PDPയും പാർട്ടി ചെയർമാനും PDP പ്രവർത്തകർക്കും വേദനയിൽ ഏറെ മാനഹാനി ഉണ്ടാക്കിയിരിക്കുകയാണ്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ അദ്ദേഹത്തിന്റെ ശ്രമത്തിന് അദ്ദേഹം മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ് പൊതു സമൂഹത്തോട് പരസ്യമായി മാപ്പ് ചോദിക്കുക, മാധ്യമങ്ങൾ വഴി അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരുത്തുക എന്നതാണ് PDP ആവശ്യപ്പെടുന്നത്. PDP ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് മുട്ടുന്തല, നേതാക്കളായ MKE അബ്ബാസ്, സയ്യിദ് മുഹമ്മദ് സഖാഫ് തങ്ങൾ, അബ്ദുൽ റഹ്മാൻ പുത്തികെ, അസീസ് ഷേണി, ഷാഫി കളനാട്, ആബിദ് മഞ്ഞമ്പാറ, ഹസൈനാർ ബെണ്ടിച്ചാൽ, ജാസിർ പൊസോട്ട്, ഖാദർ ലബൈഖ്, MA കളത്തൂർ, ബഷീർ കാജാലം, അഷ്റഫ് ബദ്രിയാനഗർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളരിക്കുണ്ടിൽ ബീവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യശാലയ്ക്ക് തീപിടിച്ചു. 1/2 കോടി രൂപയുടെ മദ്യം കത്തിനശിച്ചു. ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് വിശ്വാസികൾ ശിവരാത്രി ആഘോഷിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് ജില്ലയിലെ ശിവക്ഷേത്രങ്ങളിൽ വിശേഷാൽ പരിപാടികളും പ്രത്യേക പൂജകളും നടന്നു. പളഞ്ചിയിൽ വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. കർഷക അവകാശ പ്രഖ്യാപന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപന വിളംബര ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 5-ന് കല്യോട്ട് CPMന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ വനിതാ മഹാസംഗമം നടക്കും. കേരളം കല്യോട്ടേക്ക് എന്ന മുദ്രാവാക്യവുമായാണ് മഹാസംഗമം നടത്തുന്നത്. ലോറി ഓണേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിൽ ഓൾ കേരള ട്രക്ക് ഓണേഴ്സ് അസോസിയേഷൻ പങ്കെടുക്കില്ല. അനുകൂല തീരുമാനം സ്വീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പണിമുടക്കായതിനാലാണ് ബഹിഷ്കരിക്കുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ. പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി ഉറൂസ് സമാപിച്ചു. ഉറൂസിൽ പങ്കെടുക്കുവാനായി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.